സുപ്രീം കോടതിക്കുള്ളിൽ തീപിടുത്തമുണ്ടായിരിക്കുന്നു എന്നതാണ് കോട്ട് നമ്പർ 11-ന്റെയും 12-ന്റെയും ഇടയിലുള്ള വെയിറ്റിംഗ് ഏരിയയിലാണ് തീപിടുത്തമുണ്ടായതെന്നതാണ്. അച്യുതൻ വിശദാംശങ്ങളുമായി. അച്യുതൻ, തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ടോ? വലിയ തീപിടുത്തമാണോ? ഇതിന് കാരണം എന്താണ്? അതിന്റെ ഇതൊക്കെ പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. എന്തായാലും ഇപ്പോൾ നൽകാനുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? അല്പം മുൻപാണ് സുപ്രീം കോടതിക്കുള്ളിൽ ഇത്തരമൊരു തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. ലഭിക്കുന്ന വിവരം അനുസരിച്ച് കോട്ട് നമ്പർ 11-ന്റെയും 12-ന്റെയും ഇടയിലുള്ള വെയിറ്റിംഗ് ഏരിയയിലാണ് ഈ ഒരു തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. തീപിടുത്തത്തെ തുടർന്ന് കോട്ട് നമ്പർ 11-ന്റെ പ്രവർത്തനം ഇപ്പോൾ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. സ്വാഭാവികമായും കോർട്ട് 12-ന്റെ പ്രവർത്തനം നിർത്തിവെക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ഈ തീ കെടുത്തുവാനുള്ള ശ്രമങ്ങൾ ഇതിന്റെ ഭാഗമായി അവിടെ പുരോഗമിക്കുന്നുണ്ട്. എന്നാൽ വലിയൊരു തീപിടുത്തമല്ല ഉണ്ടായത് എന്നുള്ള വിവരങ്ങൾ ചില അഭിഭാഷകരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. മാത്രമല്ല, ഈ തീ നിയന്ത്രണ വിധേയമാക്കുവാനുള്ള എല്ലാ ശ്രമങ്ങളും തുടരുകയാണ്. ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഈ കോട്ട് നമ്പർ 11-ന്റെയും 12-ന്റെയും ഇടയിലുള്ള വെയിറ്റിംഗ് ഏരിയയിലാണ് ഇപ്പോൾ ഈ ഒരു തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കാരണങ്ങൾ ഇപ്പോൾ അവ്യക്തമാണ്. ഏത് സാഹചര്യത്തിലാണ് ഇത്തരമൊരു തീപിടുത്തം ഉണ്ടായത് എന്നതിന്റെ കാരണങ്ങൾ അവ്യക്തമാണ്. എന്തായാലും അതും വരുന്ന മണിക്കൂറുകളിൽ അതും പുറത്തു വരുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അനുജ, ഇത് വെയിറ്റിംഗ് ഏരിയ എന്ന് പറയുമ്പോൾ അവിടെ ആളുകൾ ആ സമയത്തൊക്കെ ഉണ്ടായിരുന്ന ഇതാണോ അച്യുതൻ? തീർച്ചയായിട്ടും അനുജ, ആ സമയത്താണ് ഇത്തരമൊരു തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാവുന്നത് നല്ലൊരു പുകമറ അവിടെ ഉണ്ടായിട്ടുണ്ട് തീപിടുത്തം മൂലം. മാത്രമല്ല, അത് നിയന്ത്രണ വിധേയമാക്കുവാനുള്ള എല്ലാ ശ്രമങ്ങളും ഈ അവിടുത്തെ സ്റ്റാഫുകളുടെ നേതൃത്വത്തിലും മറ്റുദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട്. എന്തായാലും വലിയൊരു തീപിടുത്തത്തിലേക്ക് ഇത് അല്ല ഉണ്ടായത് എന്നുള്ള വിവരങ്ങൾ അഭിഭാഷകരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. അങ്ങനെ ആശങ്കപ്പെടേണ്ടതായിട്ട് ഇല്ല എന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് എന്ന വിവരങ്ങളാണ് ലഭിക്കുന്നത്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ ഇനിയും ലഭിക്കേണ്ടതുണ്ട്. ഏത് സാഹചര്യത്തിലാണ് ഇത്തരമൊരു തീപിടുത്തം ഉണ്ടായത് എന്നതുൾപ്പെടെയുള്ള സാഹചര്യങ്ങൾ, തീ നിയന്ത്രണ വിധേയമാക്കുവാൻ കഴിഞ്ഞോ എന്നതുൾപ്പെടെയുള്ള വിവരങ്ങൾ ഇനി ലഭ്യമാകേണ്ടതുണ്ട്. നിലവിലെ ലഭിക്കുന്ന വിവരപ്രകാരം വെയിറ്റിംഗ് ഏരിയയിലാണ് ഇത്തരമൊരു തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു വലിയ പുകമറ ഇവിടെ ഉണ്ടായിട്ടുണ്ട് തീപിടുത്തം മൂലം എന്നതാണ്. എന്തായാലും ശ്രമങ്ങൾ അത് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് തുടരുകയാണ്. ആർക്കെങ്കിലും പരിക്കേറ്റിട്ടുണ്ടോ, അതുപോലെ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ടോ, അതൊക്കെ അല്പസമയത്തിനകം അറിയാൻ കഴിയും എന്ന് കരുതുന്നു. ഇപ്പോൾ എങ്ങനെയാണ് ഈ തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമങ്ങൾ അവിടെ നടക്കുന്നത്? ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗമൊക്കെ എത്തിയിട്ടുണ്ടോ? നമ്മൾ ഒടുവിൽ അഭിഭാഷകരുമായി സംസാരിച്ച ഘട്ടത്തിൽ പറഞ്ഞത് അവിടുത്തെ സ്റ്റാഫുകളുടെയൊക്കെ നേതൃത്വത്തിൽ എല്ലാവരും കൂടെ ചേർന്നാണ് ഈ ഒരു തീ കെടുത്തുവാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത് എന്നതാണ്. ഫയർ എഞ്ചിൻ എത്തിയിട്ടില്ല. എന്തായാലും അതും സ്വാഭാവികമായും ഫയർ എഞ്ചിൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ അവിടേക്ക് എത്തും. അവരുടെ ഒരു സഹായത്തോടു കൂടി ഇത് അണയ്ക്കുവാനുള്ള ശ്രമങ്ങൾ തുടരും. പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അത്ര വലിയൊരു ഗൗരവമായിട്ടുള്ള തരത്തിലേക്ക് അല്ലെങ്കിൽ കാര്യങ്ങളൊന്നും എത്തിയിട്ടില്ല എന്ന സൂചനകൾ ലഭിക്കുന്നുണ്ട്. എന്തായാലും അത്തരമൊരു സാഹചര്യത്തിലേക്ക് കടന്നിട്ടില്ല എന്നത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഉദ്യോഗസ്ഥരുടെയും അവിടുത്തെ സ്റ്റാഫുകളുടെയും അവരുടെ എല്ലാം പ്രയത്നത്തോടു കൂടിയാണ് ഇപ്പോൾ ഈ തീ നിയന്ത്രണ വിധേയമാക്കുവാനുള്ള ശ്രമങ്ങൾ തുടരുന്നത്. അനുജ, സുപ്രീം കോടതിക്കുള്ളിലാണ് തീപിടുത്തമുണ്ടായത്. വലിയൊരു തീപിടുത്തം എന്ന തരത്തിലേക്കല്ല അതിനെ കാണേണ്ടത് എന്നതാണ്. തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. വെയിറ്റിംഗ് ഏരിയയ്ക്കുള്ളിലാണ് തീപിടുത്തമുണ്ടായത്.